എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ ചില വീടുകളിൽ പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് പറയാറില്ലേ, എന്തൊരു ഐശ്വര്യമാണ്, അല്ലെങ്കിൽ എന്തൊരു ചൈതന്യമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് അവർ ചെയ്യുന്നതെല്ലാം ചിലപ്പോൾ നല്ലതായിട്ട് മാറും അല്ലേ. ഒന്നുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇവർക്ക് എന്തൊക്കെയോ ഭാഗ്യങ്ങളുണ്ട് എന്ന് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈശ്വരാധീനമാണ് നമുക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സാധാരണക്കാരായ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഒന്ന് ശ്രദ്ധിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഈശ്വരാധീനം നമ്മുടെയൊക്കെ കുടുംബത്തിലും ഉണ്ടാവും. നമുക്കും ഈ ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, എങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ മറന്നു പോവാറുണ്ട്. മനഃപൂർവ്വമായിരിക്കില്ല, നമ്മുടെ മറ്റ് പലതിലും നമ്മൾ ശ്രദ്ധ മാറുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ മറക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട കാര്യം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ചില ആൾക്കാർ പറയാറില്ലേ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചിലപ്പോൾ മറക്കുക എന്ന്. വിവാഹത്തിനൊക്കെ ക്ഷണിക്കുമ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ മറന്നുപോയി, എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആളായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മുടെ ഭഗവാനാണ്. ആ ഭഗവാനെ തന്നെയാണ് ചില സമയത്ത് മറ്റു പല കാര്യങ്ങളും വന്നിട്ട് നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ ഈശ്വരാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് 2 നേരവും നമ്മൾ വിളക്ക് കൊളുത്തുന്ന ആൾക്കാർ ധാരാളമായിട്ടുണ്ടാവും. ഈ 2 നേരവും വിളക്ക് കൊളുത്തുമ്പോൾ 2 ഭാഗത്തേക്കും തിരിയിട്ട് കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ചില വിളക്കുകൾ നമ്മൾ ഒറ്റ തിരി ഒരു നാളമായിട്ട് മാത്രം കത്തില്ലേ, അതിനേക്കാൾ വളരെ നല്ലത് 2 ഭാഗത്തേക്കും കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് കത്തിക്കുന്നത് തന്നെയാണ് നല്ലത്. അതും നിലവിളക്കാണെങ്കിൽ വളരെ വിശേഷം. നിലവിളക്ക് കൊളുത്തുന്നത് നമ്മുടെ പണ്ട് മുതലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിലവിളക്കായിരുന്നു കൊളുത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നാമം ജപിക്കുക. സന്ധ്യയ്ക്ക് രാവിലെ 2 സമയവും നമ്മൾ നാമം ജപിക്കുക. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ, വിളക്ക് തെളിയിച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും വിളക്കിൻ്റെ മുൻപിൽ വന്നിരുന്ന് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ മാത്രമേ അന്ന് സന്ധ്യയ്ക്കുള്ള ആഹാരം കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ശീലം ഉണ്ടായിരുന്നു. നാമം ജപിക്കുന്നത് ഒരു ശീലമാക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിമാരൊക്കെ അങ്ങനെയാണ് പറയാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊരു സമ്പ്രദായമൊന്നും എവിടെയില്ല. അപ്പം നമ്മളതൊക്കെ പണ്ടത്തെ നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും മാറി, മുതിർന്നവരും മാറി, കാലത്തിനനുസരിച്ച് ഓരോ ആളുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തായിരിക്കും നമ്മുടെ ഭാഗ്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് നേരം വൈകി ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ വന്നിട്ടായിരിക്കും അടിച്ചുവാരി തുടക്കലും പാത്രം കഴുകലും ഒക്കെ. സന്ധ്യാസമയത്ത് ഇതൊന്നും ചെയ്യാതിരിക്കുക. സന്ധ്യയ്ക്ക് കിടന്ന് ഭക്ഷണം കഴിക്കാതെയും ടി വി കാണാതെയും ടിവിയുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കഴിയുന്നത്ര സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തുകയും മേല് കഴുകലോ കുളിക്കലോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വിളക്ക് കൊളുത്തി ഒരിത്തിരി 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നാമം ജപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരസ്പരം നമ്മൾ കുടുംബത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ മോശമായിട്ട് വാക്കുകൾ പറയാതിരിക്കുക. വഴക്ക് കൂടുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വളരെയധികം പ്രഷർ കൂടിയിട്ട് നമ്മുടെ വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയും. അങ്ങനെയൊന്നും പറയാതിരിക്കുക. നമുക്ക് നല്ല വാക്കുകൾ എത്രയോ ഉണ്ട്. വഴക്കുകൾ നമ്മൾ ഒരാൾ മിണ്ടിയാലേ വഴക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾ പറയുന്നത് ക്ഷമയോടെ മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ വഴക്കിനൊരു സ്ഥാനമില്ലല്ലോ അവിടെ. അപ്പോൾ സംസാരിക്കുമ്പോൾ കഴിയുന്നതും ചീത്ത വാക്കുകളൊന്നും പറയാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുറ്റവും വീടിൻ്റെ പരിസരം വൃത്തിയായി കൊണ്ട് നടക്കുക. ചിലപ്പോൾ മുന്നിൽ മാത്രം നമ്മൾ അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇടുണ്ടാവും, പക്ഷേ പിന്നിൽ വളരെ മോശമായിരിക്കും. എല്ലാ ഭാഗവും വീടിൻ്റെ 4 ഭാഗവും വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഈശ്വരാധീനം തന്നെ വന്നോളും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നാമം ജപിക്കുക എന്നുള്ളതാണ്. വേറെ നാമങ്ങൾ സഹസ്രനാമം ജപിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ വേറെ സ്തുതികളോ സ്തോത്രങ്ങളോ ഒക്കെ ജപിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നമഃശിവായ ജപിക്കാൻ, നാരായണനാമം ജപിക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയം മതി. ഈ നാമമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കുക.
അപ്പം നമഃശിവായ ജപിക്കുന്ന ആൾക്കാർ നമഃശിവായ നാമം സ്ഥിരമായിട്ട്, നാരായണ നാമം സ്ഥിരമായിട്ട് ജപിക്കുക. എത്രമാത്രം കൂടുതൽ ജപിക്കാൻ പറ്റുന്നു അത്രമാത്രം പുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ പണ്ട് അതേമാതിരി തന്നെ 2 നേരവും ഒരു നേരെ അടിച്ചുവാരി തുടയ്ക്കാൻ തന്നെ ഇപ്പോൾ ആളുകൾക്ക് സമയമില്ല. എങ്കിലും പണ്ടത്തെ വീടുകളിലൊക്കെ രാവിലെ അടിച്ചുവാരി തുടച്ചാലും വൈകുന്നേരം ഒന്ന് അടിച്ചുവാരി വെള്ളം തളിച്ചതിന് ശേഷമേ വിളക്ക് കൊളുത്താറുള്ളൂ. ഇപ്പോൾ അങ്ങനെയുള്ള പതിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട് എപ്പോഴും ദിവസത്തിൽ ഒരു തവണയെങ്കിലും അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കിയിടാൻ, മറ്റ് അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെയും ഇവിടെയും വലിച്ചു വാരി ഇടാണ്ട് വീട് എപ്പോഴും വൃത്തിയായിട്ട് ശുദ്ധിയായിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധ എപ്പോഴും വേണം. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും തന്നെ വന്നോളും. മനസ്സിൽ എല്ലാവരോടും നല്ലത് മാത്രം വിചാരിക്കുക, എല്ലാവർക്കും നല്ലത് വരണേന്ന് പ്രാർത്ഥിക്കുക. നാമം ജപിക്കുമ്പോൾ മറ്റൊരാളുടെ മോശം കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് വരണേ എനിക്കിത് കിട്ടിയില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾക്ക് കിട്ടാനുള്ളത് നമ്മൾക്ക് കിട്ടും, മറ്റൊരാൾക്ക് കിട്ടാനുള്ളത് അവർക്കും കിട്ടിക്കോളും. അപ്പോൾ നമ്മളെ മനസ്സിൽ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, നമുക്ക് നല്ലത് വരും എന്ന് മാത്രം ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ കുടുംബത്തിന് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വന്ന് ചേർന്നോളും. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും കുറച്ച് സമയമെങ്കിലും നാമം ജപിച്ച് ഭഗവാനോട് അടുക്കാനുള്ള സമയമുണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരെയും തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.